ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ പ്രവർത്തനമായ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമുക്ക് ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇ.ഡി. നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് CPM ഇടതുപക്ഷം. ഇപ്പോൾ ഇങ്ങനെ ഒരു അഴിമതി കേസ് കൂടി ഇ.ഡിക്കകത്ത് വരുമ്പോൾ അതൊരായുധമാക്കി CPM എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അടക്കം പ്രതികരിച്ചു പോകുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു നിലപാട് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന പോലെയോ ഒന്ന് സംസ്ഥാന തലത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അത് UDF ഇതിനകത്ത് സമാനമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോഴും ഈ വിഷയത്തിൽ യോജിച്ചു പോകാൻ പലപ്പോഴും കഴിയുന്നില്ല. ഇരട്ടത്താപ്പ് കാണിക്കുന്നു CPM എന്നൊരു വിഷയമുണ്ട്. അങ്ങനെ ഒരു ആരോപണം നിൽക്കുമ്പോൾ ഈ പ്രചാരണം ഇ.ഡി. നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളൊരു പ്രചാരണവുമായി എത്രത്തോളം ശക്തമായിട്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സാഹചര്യത്തിൽ? അല്ല, തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇ.ഡി. എപ്പോഴും രാഷ്ട്രീയപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയമായി ലക്ഷ്യം വയ്ക്കുക, എന്നിട്ട് ലക്ഷ്യം വയ്ക്കുന്ന ആൾ മരിങ്ങിയാൽ അഥവാ BJPയുടെ ലൈനിലേക്ക് പോയാൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവരുടെ കേസ് തന്നെ ഇല്ലാതാവുന്നു. അതൊക്കെ നമ്മൾ മഹാരാഷ്ട്രയിൽ പലവട്ടം പല തലത്തിൽ പലരുടെ കാര്യത്തിലും കണ്ടതാണ്. പ്രമുഖ നേതാക്കൾ, കോടികളുടെ അഴിമതി നടത്തിയവർ, ഇ.ഡിയുടെ പിടിയിലായവർ, കുരുക്കിലായവർ തെളിവുമായി മുന്നോട്ട് പോകവേ BJPയിൽ ചേരുന്നു. അവരുടെയൊക്കെ കേസുകൾ അഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഇ.ഡിയെ മാത്രമല്ല ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികളെയൊക്കെയും അന്വേഷണ ഏജൻസികളെയൊക്കെയും സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു രീതി കുറെ കാലമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ദോഷഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. കാരണം ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടത്തിൽ കോൺഗ്രസ് ആണല്ലോ മുൻനിൽക്കുന്നത്. ഇവിടെ CPM എന്തൊക്കെയാണെങ്കിലും ആ കേസ് വളരെ ശക്തമാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കേസിനകത്ത് ഒത്തിരിയും നൂലാമാലകളുണ്ട്, ഒത്തിരിയും കുരുക്കുകൾ വിജിലൻസ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കുരുങ്ങിക്കിടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നും കൂടി മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഇ.ഡി. ശരിക്കും പ്രതിക്കൂട്ടിലാവുകയാണ്. ഇ.ഡിയുടെ ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും, ഏത് കുറ്റാന്വേഷണ ഏജൻസി ആണെങ്കിലും അതിന്റെ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ദേശീയ തലത്തിൽ തന്നെ ഇ.ഡിയുടെ മുഴുവൻ വിശ്വാസ്യതയും ചോർന്നു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് എങ്ങനെയാണ് ഈ ദേശീയ നേതൃത്വം, BJP നേതൃത്വം, BJP ഗവൺമെന്റ് നേരിടുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യം തന്നെയാണ്. ഇതിനകത്ത് ശ്രീ ജേക്കബ് ജോർജ്, ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇ.ഡിക്ക് ഈ കേസ് കൈമാറിയ ഇടത് സർക്കാർ ഇതിലൊരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് അന്നും ഇന്നും ഒക്കെ കോൺഗ്രസ് വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ കുറച്ചുകൂടി ഈ പാർട്ടി പറയുന്നതനുസരിച്ചുള്ള ഒരു നിലപാടിലേക്ക് കൂടി ഇടത് സർക്കാർ കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപക്ഷെ പ്രചാരണത്തിൽ ഈ വാദം ഉന്നയിക്കുമ്പോൾ അവിടെ പാളാനുള്ള ഒരു സാധ്യതയില്ലേ? അതെ, ഇത് വേറെ ഏതെങ്കിലും ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചുകൂടാ ഇത്തരം കാര്യങ്ങൾ. അത് കോൺഗ്രസിന് സംശയം ഉന്നയിക്കാം. കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ്, ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ മുന്നണിയുടെ നേതൃപാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും CPMനും ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വിഷയമാണ്. അപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് അതിൻ്റെതായ തലത്തിൽ രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്. അതിനെ കൂടി നേരിടുന്ന തരത്തിൽ വേണം ശക്തമായ നീക്കങ്ങളുമായി, നടപടികളുമായി ഗവൺമെന്റ്, വിജിലൻസ് മുന്നോട്ട് പോകാൻ. ആ നിലയ്ക്ക് അവർ പോകും. കാരണം ഇനിയിപ്പോ അയവ് വരുത്തിയാൽ ജനങ്ങൾ തന്നെ സംശയിക്കും. ഇ.ഡി. പല കേസിലും പല കാര്യങ്ങളിലും അയവ് വരുത്തിയതുപോലെ കേരളത്തിലെ ഗവൺമെന്റും വിജിലൻസും ഈ വിഷയത്തിൽ അയവ് വരുത്തിയാൽ ജനങ്ങൾ പൊറുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. ശ്രീ ജേക്കബ് ജോർജാണ് പ്രതികരിച്ചത്. വി അരുണിലേക്ക് വീണ്ടും. അരുൺ, ഇനിയപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ BJP നേതാക്കന്മാരുടെ പ്രതികരണം ഏത് തരത്തിൽ വരുന്നു എന്നുള്ളത് ഒരു നിയമപരമായിട്ടുള്ള ഒരു കേസ്, അത് ആ തരത്തിൽ നടക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുമോ, അതോ വിജിലൻസിന്റെ നടപടികളെ വിമർശിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പ്രതികരണത്തിലേക്ക് പോകുമോ? ഇത്തരം ചില ചോദ്യങ്ങളൊക്കെയാണ്. ഏതായാലും ഇതുവരെ സംസ്ഥാന BJP ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചിട്ടില്ല, അല്ലേ? അതുതന്നെയാണ്. BJPയുടെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. ഉച്ചയ്ക്ക് 2:30 BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, കൊടകര കുഴൽപ്പണ കേസിൽ ആരോപണ വിധേയൻ കൂടിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ആ ഘട്ടത്തിൽ വരുമെന്ന് തന്നെ കരുതാം. BJPയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ
സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഏജൻസി ഇത്തരത്തിൽ അത് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ BJPയുടെ രാഷ്ട്രീയ ആയുധമെന്നും ചട്ടുകമെന്നും ഒക്കെ പരിഹസിക്കുന്ന ആരോപിക്കുന്ന ഒരു ഏജൻസിക്കെതിരെയുള്ള ആരോപണം എങ്ങനെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ആരോപണത്തെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു അന്വേഷണത്തെ കാണാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ BJP നേതാക്കളുടെ പ്രതികരണം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പാർട്ടി മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കന്മാരുടെ, ഇടത് നേതാക്കന്മാരുടെ സമൂഹ മാധ്യമങ്ങളിലും പരക്കുന്ന ഒരു ക്യാമ്പയിൻ പോലെ വരുന്ന സമയം കൂടിയാണ് ഇത്. ഇനി ഏത് തരത്തിലാണ് ഇതിലൊരു പ്രതിരോധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ, ഇതൊരു പ്രചാരണമായിട്ട് തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാൻ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ED കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായക രേഖകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ED സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ഹിറ്റ് ലിസ്റ്റ് അതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി വിജിലൻസ് കടക്കും.